ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാര ഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. യാ കുന്ദേന്ദു തുഷാരഹാരധവളായ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതപരാ യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാർച്ചുത ശങ്കര പ്രഭൃതിഭർദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതീ ഭഗവതി നിശേഷജാഡ്യാപഹ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുനാഥൻ തുണ ചെയ്ക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും കൃപ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ആയുസ്സും ആരോഗ്യവും രോഗശാന്തിയും എല്ലാ നന്മകളും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. എല്ലാ ഭക്തമക്കളെയും കമൻസ് തന്നവരെയും കമൻസ് തരാത്തവരെയും എല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ശ്രീകൃഷ്ണ നാമം ചൊല്ലാം. ജയ ജനാർദ്ദന കൃഷ്ണ രാധികാപതേ ജനവിമോചന കൃഷ്ണ ജന്മമോചന ഗരുഡവാഹന കൃഷ്ണ ഗോപികാപതേ നയനമോഹന കൃഷ്ണ നീരജേക്ഷണ സുജനബാന്ധവ കൃഷ്ണ സുന്ദരാകൃതേ മദന കോമള കൃഷ്ണ മാധവ ഹരേ വസുമതീപതേ കൃഷ്ണ വാസവാനുജ വരഗുണാകര കൃഷ്ണ വൈഷ്ണവാകൃതേ സുരശിരാനന കൃഷ്ണ ശൗര്യവാരിധേ പുരഹരാർച്ചിത കൃഷ്ണ പാർത്ഥസാരഥേ മുരഹര വിഭോ കൃഷ്ണ മുക്തിദായക വിമലപാലക കൃഷ്ണ വല്ലഭീപദേ കമലലോചന കൃഷ്ണ കാമദായക വിമലഗാത്രവ കൃഷ്ണ ഭക്തവത്സല ചരണപല്ലവം കൃഷ്ണ തരുണകോമളം കുവലയേക്ഷണ കൃഷ്ണ കോമളാകൃതി തവ പദാംബുജം കൃഷ്ണ ശരണമേകണീ ഭുവനനായക കൃഷ്ണ പാവനാകൃതി ഗുണഗണോജ്വല കൃഷ്ണ നളിനലോചന പ്രണയവാരിധി കൃഷ്ണ ഗുണഗണാകര രാമസോദര കൃഷ്ണ ദീനവത്സല കാമസുന്ദര കൃഷ്ണ പാഹി സർവദാ നരകനാശന കൃഷ്ണ നരസഖാജയ ദേവകീസുത കൃഷ്ണ കാരുണ്യാംബുധേ കംസനാശന കൃഷ്ണ ദ്വാരകാവാസിൻ ഭാസുരാത്മകം കൃഷ്ണ ദേഹി മംഗളം തൃപ്പദാംബുജം കൃഷ്ണ കാമകോമളം ശരണമായി വരാൻ കൃഷ്ണ തരണമേ വരം കരുണതാവകം കൃഷ്ണ ചരണദാസരാം ഇവരിലെപ്പോഴും കൃഷ്ണ ചൊരിയണേ വിഭോ ശ്രീകണ്ഠേശ്വരം കൃഷ്ണ മുക്തിമന്ദിരം ഭക്തവത്സല കൃഷ്ണ കാമദായക പരമേശ്വര കൃഷ്ണ നിത്യമർച്ചിത പിള്ളതൻ കവി കൃഷ്ണ തള്ളയെന്ന പോൽ നിർമ്മിതാകൃതി കൃഷ്ണ നന്മയാകണേ സ്തോത്രകീർത്തനം കൃഷ്ണ നിത്യമംഗളം ദാസദാസനാം കൃഷ്ണ അടിയനെ സദാ
കാത്തുകൊള്ളണേ കൃഷ്ണ സർവദാ വിഭോ. ദാസദാസനാം കൃഷ്ണ അടിയനെ സദാ കാത്തുകൊള്ളണേ കൃഷ്ണ സർവദാ വിഭോ. നമുക്ക് ഭഗവാനെ കൃഷ്ണനെ കണി കാണും നേരമുള്ള ഒരു നാമം ചൊല്ലാം. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണീണം ഭഗവാനെ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണീണം ഭഗവാനെ. നരകവൈരിയ അരവിന്ദാക്ഷന്റെ ചെറിയ നാളത്തെ കളികളും തിരുമൈ ശോഭയും കരുതി കൂപ്പൊന്നിൻ അടുത്തുവാ ഉണ്ണി കണി കാൺമാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണീണം ഭഗവാനെ. മലർമതിൽ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടി കുഴലൂതി ചിലുചിലേ എന്നു കിലങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവാ കണി കാൺമാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണീണം ഭഗവാനെ. ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ണും കൃഷ്ണ വശത്തുവാ ഉണ്ണി കണി കാൺമാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണീണം ഭഗവാനെ. ബാലസ്ത്രീകളുടെ തുകിലും വാരി കൊണ്ടരയാലിൻ കൊമ്പത്തിരുന്നോരോ ശീലക്കേടുകൾ പറഞ്ഞും ഭാവിച്ചും നീലക്കാർ വർണ്ണ കണി കാൺമാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണീണം ഭഗവാനെ. എതിരെ ഗോവിന്ദനരികെ വന്നോരോ പുതുമയായുള്ള വചനങ്ങൾ മധുരമാം വണ്ണം പറഞ്ഞും താൻ മന്ദസ്മിതവും തൂകിവാ കണി കാൺമാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണീണം ഭഗവാനെ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. മക്കളെ, നമ്മൾ അക്രൂര സ്തുതിയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അക്രൂര സ്തുതി വെച്ചാൽ ഭഗവാനെയും കൊണ്ട് അവർ മധുരയിലേക്ക് രഥത്തിൽ പോയിക്കൊണ്ടുവന്നപ്പം കാളന്തി നദിയിലിറങ്ങി ഭഗവാനും ബലരാമനും ദേഹശുദ്ധി വരുത്തി രഥത്തിൽ കയറിയിരുന്നപ്പോൾ ഒരു വൃക്ഷച്ചുവട്ടിൽ വൃക്ഷഛായയുടെ തണലിൻ്റെ അവിടെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് രഥം നിർത്തിയിട്ട് അക്രൂരനും ദേഹശുദ്ധി ചെയ്യാനായിട്ട് നദിയിലിറങ്ങി മുങ്ങി. അപ്പോൾ ഭഗവാനെ അതിൽ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ കണ്ടു. അനന്തശയനെ ബലരാമനാണല്ലോ അനന്തൻ ശേഷൻ. അപ്പം അനന്തശയനായിട്ട് ഉള്ള ആ ഒരു പ്രത്യക്ഷമായി അദ്ദേഹം ആ നദിയിൽ ആ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ കണ്ടു.
ഭഗവാനെ വീണ്ടും രഥത്തിൽ പൊങ്ങി നോക്കി. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ രഥത്തിൽ ഇരിപ്പുണ്ട്, രണ്ടുപേരും ഇരിപ്പുണ്ട്. വീണ്ടും മുങ്ങിയപ്പോൾ ഭഗവാനെ നന്നായി ശോഭയോടെ എല്ലാ 4 കൈകളോടും എല്ലാ ആഭരണങ്ങളോടും അനന്തനിൽ ശയിക്കുന്ന ഭഗവാനെ മഹാവിഷ്ണുവിനെ കണ്ടു. അതിനെപ്പറ്റിയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ സ്തുതിപ്പാണ്. അത് കണ്ടപ്പോൾ അവിടെ ഭഗവാനെ കാണുമ്പോൾ തന്നെ ദേവന്മാരും ഗന്ധർവന്മാരും പരമശിവനും ബ്രഹ്മാവും സർവ്വപേരും ഭൂമിദേവിയും ഭഗവാന്റെ മഹാലക്ഷ്മി എല്ലാവരും ഇടത്തും വലത്തും നിന്ന് എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നു. ഇത് കണ്ട് ഭഗവാനെ കണ്ട് ഇതെല്ലാം കണ്ടിട്ട് അക്രൂരനും സ്തുതിച്ചാൽ നമ്മൾ വായിച്ചു. അക്രൂര സ്തുതിയാണ് അത്. നമ്മൾ എവിടം വരെ വായിച്ചു? നിത്യസ്വരൂപനാകും ഭവാൻ തന്നെ സത്വരജസ്തമസ് എന്ന നാമത്തോട് ദുസ്തരയാകും പ്രകൃതി ഗുണങ്ങളാൽ ചിത്തപരവശബദ്ധരായി നിത്യവും ആ ബ്രഹ്മസ്തംഭ പര്യന്തമായുള്ളവ വിഭ്രമിച്ചിടുന്നു പ്രാകൃതമാകയാൽ. ഇന്ന് ജനങ്ങളെല്ലാം പ്രാകൃതന്മാരായിപ്പോയി. കാരണം ഇവിടെ ചിത്തം പരവശപ്പെട്ട് നടക്കുക. എന്താ? പ്രകൃതി ഗുണം. നമ്മുടെ മഹാമായ പ്രപഞ്ചം ത്രിഗുണങ്ങളോട് കൂടിയതുകൊണ്ട് ഒരു പുൽക്കൊടിട്ട് ബ്രഹ്മാവ് വരെ ഉള്ളവർക്കെല്ലാം എന്താ ഈ ഗുണങ്ങളുള്ളതുകൊണ്ട്. എന്ത് ഗുണമാ? രജസും തമസും ഒക്കെ ഉള്ള ഗുണങ്ങളായതുകൊണ്ട് സത്വരജസ് തമസ് എന്ന നാമത്തോട് ദുസ്തരയാകും. അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രാകൃതന്മാരാണ്, യഥാർത്ഥത്തെ അറിയുന്നില്ല. ഇവിടെ നമ്മളെല്ലാം ഞാനെന്ന നീ എന്നുള്ള 2 വിധം കൽപ്പിക്കുന്നു. ഞാനും നീയും, അതായത് ഈശ്വരൻ ഏകനാണെങ്കിലും പലരും പല രീതിയിൽ പലതായി കാണുന്നു. അതായത് യഥാർത്ഥത്തെ അറിയുന്നില്ല. അതുകൊണ്ട് പ്രകൃതി ഗുണങ്ങളാൽ ചിത്ത പരവശബദ്ധരായി നിത്യവും ദിവസേന എന്ത് ചെയ്യുന്നു? ആ ബ്രഹ്മസ്തംഭ പര്യന്തമായുള്ളവ വിഭ്രമിച്ചിടുന്നു പ്രാകൃതമായ. ഒരു പുൽക്കൊടി തൊട്ട് ബ്രഹ്മാവ് വരെ, അല്ലെ ബ്രഹ്മാവ് തൊട്ട് പുൽക്കൊടി വരെ ഉള്ളവരെല്ലാവരും വിഭ്രമിച്ച് കഴിയുക. എന്ത് വേണം, എങ്ങനെ നടക്കണം, എങ്ങനെ പൂജിക്കണം, എന്ത് പ്രാർത്ഥിക്കണം എന്നൊന്നും തിരിച്ചറിവില്ലാതെ കഷ്ടപ്പെടുന്നു. ഇന്ന് ഭവൽ കൃപ കൊണ്ട് എനിക്കുണ്ടായി വന്നത് മോഹവതും ഭാഗ്യമായല്ലോ. എനിക്കെന്തായാലും ഭഗവാനെ ഇത്രയൊരു ആനന്ദം ഉണ്ടായല്ലോ. കാരണം ഭഗവാൻ നോക്കിയപ്പോൾ രഥത്തിൽ ഇരിപ്പുണ്ട് ഭഗവാൻ കൃഷ്ണനും ബലരാമനും. എന്നാൽ ആ ഭഗവാൻ ഇവിടെ നദിയിലും കാണുന്നു. അപ്പം 2 ഉണ്ടോ? 1 ഉള്ളൂ. അപ്പം ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ ഏകനാണെന്നും ആ ഏകനാണ് പലതായി കാണുന്നതെന്നും ഇവിടെ അക്രൂരൻ അതുകൊണ്ട് പഠിച്ചു. പക്ഷേ ഈ പാഠം നമുക്ക് ആർക്കും കിട്ടാത്തതുകൊണ്ടാണ് ഇവിടെ പരവശരായി നമ്മളിങ്ങനെ കിടന്ന് കുഴലും ദുസ്തരായി കിടക്കുന്നത്. നമുക്കെന്താ യഥാർത്ഥം അറിയുന്നില്ല. കൃഷ്ണൻ യഥാർത്ഥ പരമാത്മാവ് തന്നെയാണ്. കൃഷ്ണനായാലും മഹാവിഷ്ണു ആയാലും ശ്രീരാമനായാലും എല്ലാം ഒന്നാണെന്ന് ഇദ്ദേഹത്തിനെ മനസ്സിലാക്കി കൊടുത്തു ഈശ്വരൻ. കാരണം വണ്ടിയിൽ നോക്കിയപ്പോൾ രഥത്തിൽ ഭഗവാൻ ഇരിപ്പുണ്ട്. ആ ഭഗവാൻ 4 കൈകളോടുകൂടി മഹാവിഷ്ണുവിൻ്റെ രൂപത്തിൽ വെള്ളത്തിലും കാണുന്നു. അപ്പം ഏകമായ ഈശ്വരനെ എവിടെ നോക്കിയാലും പലതായി കാണുന്നു. അതായത് പല പാത്രത്തിൽ പല ആകൃതിയിലുള്ള പല പാത്രത്തിൽ വെള്ളം വെച്ചാൽ ആ പല പാത്രത്തിലിരിക്കുന്ന വെള്ളത്തിലും എങ്ങനെയാ ആദിത്യനെ കാണുന്നത്? നിഴലായിട്ട്. നമ്മുടെ ഏകനായ ആദിത്യ ഭഗവാൻ എല്ലാ പാത്രത്തിലും പല രൂപത്തിലുള്ള, കാരണം വട്ടം കുറഞ്ഞതും വട്ടം കൂടിയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പാത്രത്തിലും ഈ സൂര്യഭഗവാനെ നമ്മൾ വെള്ളത്തിൽ കാണുന്നത് പോലെയാണ്. അത് നമ്മൾ എല്ലാ രീതിയിലും ഭഗവാൻ പല രൂപങ്ങൾ എടുക്കും. പക്ഷേ അതെല്ലാം സൂര്യനെ പോലെ ഒന്നേ ഉള്ളൂ. എത്ര പാത്രം വെച്ച് അതിനെല്ലാം വെള്ളം നിറച്ച് വെച്ചാലും അതിലെല്ലാം, അല്ലെങ്കിൽ നദിയിൽ സൂര്യനെ എങ്ങനെ കാണുന്നു? ആ ഒരു പ്രതിബിംബം. അത് തന്നെ ഈശ്വരൻ ഏകനാണെങ്കിലും നമ്മളെല്ലാം ഓരോ പാത്രങ്ങളാണ്. മനുഷ്യപാത്രം, മൃഗങ്ങളുടെ പാത്രം, വൃക്ഷങ്ങൾ, ഇങ്ങനെയെല്ലാം ഓരോരോ പാത്രങ്ങളാണ്. ഈ പാത്രങ്ങളിലെല്ലാം ആരാണ്? ഏക ചൈതന്യമായിരുന്ന ഏകാത്മാവ്. അത് ഈശ്വരൻ ഏകനാണ്, എല്ലാവരിലും വസിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതെന്തുകൊണ്ട് മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല? അറിവില്ലായ്മ കൊണ്ട്. അതെന്താ? ത്രിഗുണങ്ങൾ. ഈ പ്രപഞ്ചം ത്രിഗുണം കൊണ്ട് നിറഞ്ഞ 3 ഗുണങ്ങളോടുള്ള. അതുകൊണ്ട് നമുക്ക് തിരിച്ചറിവില്ലാതെ കുറേ ജന്മങ്ങൾ നമ്മളിങ്ങനെ ജനിച്ചും മരിച്ചും പോകുന്നു. പക്ഷേ അറിയുന്നില്ല. യഥാർത്ഥത്തെ അറിയാനുള്ള പാഠം നമുക്ക് ആരും തരുന്നില്ല എന്നുള്ള സത്യം. യഥാർത്ഥം അറിയാനുള്ള ആരും തരുന്നതുമില്ല, നമ്മളൊട്ട് അറിയാനോട്ട് ശ്രമിക്കുന്നതുമില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ജീവിച്ചു പോകുന്നു. തിന്നും കുടിച്ചും ഒന്നും അറിയാതെ മൃഗങ്ങളെപ്പോലെ നമ്മളും ഇങ്ങനെ കഴിഞ്ഞങ്ങ് പോകുന്നു. മരണം വരെ വീണ്ടും ഒരു ജനിക്കുന്നു, വീണ്ടും അതും അറിയുന്നില്ല. ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തെ ആരാ അറിയണ്ടേ? ഈ അക്രൂരനെ പോലുള്ള
ഭക്തന്മാർ മഹാത്മാക്കൾ എവിടേക്കോ ആരൊക്കെയോ ഇതറിയുന്നുണ്ട്. മറ്റുള്ളവരൊന്നും ദുസ്തരമായി കഴിഞ്ഞുകൂടുന്നു ഒന്നും അറിയാതെ. അതാണ് ഇന്ന് ഭവൽ കൃപ കൊണ്ട് എനിക്ക് ഉണ്ടായി. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ പറയണം. നമ്മൾ അറിഞ്ഞെങ്കിൽ ഇത്രയെങ്കിലും നമുക്ക് അറിവുണ്ടെങ്കിൽ നമ്മളും പറയണം, ഭഗവാനെ എനിക്കും ഇങ്ങനെ അറിയാൻ സാധിക്കുന്നുള്ളൂ. ഇത് എൻ്റെ ഭക്ത മക്കൾ നിർമ്മലാ പവിത്രനും രുക്മിണിമോഹനും രാധാശിവാനന്ദനും ജഗദമ്മ ഇങ്ങനെയുള്ള കുറച്ച് മക്കളുണ്ട്, ജയ, ഇവരെല്ലാം വിളിച്ച് പറയും, എന്നെ കൂടെ പറയും, ഇത്രയെങ്കിലും അറിവ് കിട്ടുന്നത് അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഭഗവാൻ ഞങ്ങളെ അയച്ചു എന്ന് ഇന്നും എന്താ പറയുക, ജഗദമ്മയുടെ കമൻസിലുണ്ട്, അമ്മയും ദൈവം തന്നെ അയച്ചെന്ന്. ഒരു വാക്കാവട്ടെ ഒന്നേ ഉള്ളെങ്കിലും അല്പമേ ഒരു LKGയുടെ അറിവേ എനിക്കുള്ളൂ. പക്ഷേ അത് എന്നിൽ നിന്ന് വരുന്നതല്ല, എന്നിലിരിക്കുന്ന ജ്ഞാനായവനാണത് തരുന്നത്. അല്ലാതെ എനിക്കിതൊന്നും അറിവില്ല, ഞാനൊന്നും പഠിച്ചിട്ടില്ല. എല്ലാം ഉള്ളിൽ ഭഗവാൻ തന്നെ ഇത് ഞാൻ ഭഗവാനിൽ അർപ്പിച്ച് നടക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ കാത്തുകൊള്ളുന്നു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഒരു അല്പമേ എന്നിൽ കൂടെ വരുന്നുള്ളൂ. അത് ഈ അക്രൂരൻ പറയുന്ന പോലെ എനിക്കും ഭാഗ്യം. ഇത്രയെങ്കിലും വായിച്ച് മനസ്സിലാക്കി എടുക്കാനുള്ള അറിവ് എനിക്കും തന്നതുകൊണ്ട് എനിക്കും ഭഗവാൻ തന്ന ഭാഗ്യം. മക്കളെ നിങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ പറഞ്ഞ അല്പമേ മനസ്സിലായിട്ടുള്ളൂ, പക്ഷേ അതിത്രയെങ്കിലും നമുക്ക് കിട്ടിയല്ലോ. അത് വളരെ വളരെ മക്കൾ എന്നോട് പറയുന്നുണ്ട്. അത് ഇനിയും അങ്ങനെയുള്ള മക്കൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക, അപ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ അറിവ് കിട്ടും. അതുകൊണ്ട് അക്രൂരൻ പറയുന്നു, ഇന്ന് എനിക്ക് ഈ കൃപ, ഭഗവാന്റെ കൃപ എനിക്കുണ്ടായി വന്നിതു. അതുകൊണ്ട് എൻ്റെ മോഹമതും ഭാഗ്യമായല്ലോ. എനിക്ക് ഇത്രയും ആനന്ദം കിട്ടിയല്ലോ, ഞാൻ ഇത്രയും മനസ്സിലാക്കാം. ഭഗവാന്റെ കൃപ കൊണ്ട് എനിക്ക് മനസ്സിലായല്ലോ, അതെനിക്കുള്ള ഭാഗ്യമാണ്. നമുക്ക് അവിടം വരെ നമ്മൾ വായിച്ച് നമുക്ക് കണ്ടു വായിക്കാം. ഇന്നു ഭവൽ കൃപ കൊണ്ട് എനിക്കുണ്ടായി വന്നിതു, മോഹമതും ഭാഗ്യമായല്ലോ. എന്നതിലും തവ രൂപമായി ഇങ്ങനെ ഇന്നു ഞാൻ കണ്ടതും എത്രയും അത്ഭുതം. ഈ നദിയിൽ മുങ്ങിയപ്പോൾ ഇങ്ങനെ കണ്ടത് എത്ര അത്ഭുതമാണ്. ഇക്കണ്ട രൂപം എൻ മനസ്സേ സർവദാ സൽഗുണമൂർത്തേ വസിക്കണം എപ്പോഴും. സർവദാ ഈ കണ്ട രൂപം, ഈ വിശ്വരൂപം, ഈ ഭഗവാൻ മഹാവിഷ്ണുവിനെ കണ്ട ഈ രൂപം എൻ്റെ മനസ്സേ സർവദാ എപ്പോഴും സൽഗുണമൂർത്തേ വസിക്കണം എപ്പോഴും എൻ്റെ ഉള്ളിൽ. ഇത് തന്നെ എപ്പോഴും അവിടുന്ന് മാറ്റി കളയല്ലേ, എപ്പോഴും അതെനിക്ക് വേണം, എൻ്റെ ഉള്ളിൽ ഇത് വസിക്കണം. മായയാ മോഹങ്ങൾ ഇനി ഉണ്ടാകരുത്, ആയതെന്നായിഹ തുഹ്യം നമോ നമ. എനിക്കിനി ഈ ലോകമഹാമായല്ലേ, മോഹങ്ങളൊന്നും എനിക്കിനി ഉണ്ടാകരുത്. കാരണം ഭഗവാന്റെ തന്നെ മായയാ. അപ്പോൾ ഇത് നമുക്കൊക്കെ എന്താ പ്രാർത്ഥിക്കേണ്ട, ഇതെല്ലാം ഈ മായ ഇവിടെ ഉള്ളതാണ്. പക്ഷേ ഭക്തന്മാരായ മക്കൾ ഇതൊക്കെ പ്രാർത്ഥിക്കും, എനിക്ക് ഈ മായ എന്നെ മോഹിപ്പിച്ച് എനിക്ക് അത് വേണം, ഇതുള്ള ഈ മായയുടെ പുറകെ എന്നെ വിടല്ലേ, അങ്ങനെയുള്ള ആഗ്രഹത്തിൻ്റെ പുറകെ പോകാൻ എനിക്ക് ഇടവരുത്തരുതേ. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, മായയാ മോഹങ്ങൾ ഇനി ഉണ്ടാകരുത്, ഇഹ ഇവിടെ. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഭഗവാനെ തുഭ്യം അവിടെ നമസ്കരിക്കുന്നു. നിർവാണ രൂപമായി സർവാത്മകമായി സർവത്തിനും സാക്ഷി ചിന്മാത്രരൂപനായി നിർഗുണനായ നിന്മായ പ്രഭാവേന സൽഗുണ സത്വരജസ്തമോ രൂപമായി നിൽപ്പതിൻ അങ്ങ് അവിദ്യാഗുണം കൊണ്ടിഹ കൽപ്പിച്ചുളവായതിഞ്ഞു വിരാട് പുമാൻ. ഇങ്ങനെ സർവത്തിനും സാക്ഷിയായ നിർവാണ രൂപമായി സർവാത്മകമായിരിക്കുന്ന ഈ ഭഗവാൻ സാക്ഷി ചിന്മാത്ര രൂപനായി നിർഗുണനായും നിൻ മായാപ്രഭാവേന, നിർഗുണനാണെങ്കിലും ഇവിടെ അങ്ങയുടെ ഭഗവാന്റെ മായാപ്രഭാവേന സൽഗുണസത്വ രജസ്തമോ രൂപമായി 3 ഗുണത്തിന് രൂപമായി നിൽപ്പതിലങ്ങ് അവിദ്യാഗുണം കൊണ്ട് ഇവിടെ എന്ത് വന്നു കൽപ്പിച്ചുളവായി നിങ്ങ് വിരാട് പുമാൻ. ഇത് ഇവിടെ പ്രപഞ്ചത്തിൽ നിന്ന് ഇതെല്ലാം ഇങ്ങനെ ഭഗവാൻ തന്നെ ഇവിടെ മായയും ഗുണങ്ങളും ഒക്കെ വച്ച് അതിൽ നിന്ന് വിരാട് പുമാൻ ഈ ലോകം മൊത്തവും നിറഞ്ഞിരിക്കുന്ന പരമാത്മ ആ വിരാട് പുരുഷനായിട്ട് അദ്ദേഹത്തിൻ്റെ ശിരസ് തൊട്ട് കാലിൻ്റെ വിരൽ വരെ ഈ ലോകം മൊത്തവും ഇരിക്കുകയാണ്. അത്രയും ഉള്ള ഒരു വിരാട്ടെന്നാണ് പറയുന്നത്, ആ വിരാട് പുമാൻ. ഇങ്ങനെയുള്ള വിരാട് പുമാൻ തന്നുടെ അംഗങ്ങളല്ലോ സമസ്ത പ്രപഞ്ചവും. ആ വിരാട്ടിൻ്റെ ഓരോരോ അംഗങ്ങളാണ് എല്ലാം. ഈ സമസ്തം ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ ഉണ്ടോ ഇതെല്ലാം ഓരോ അംഗങ്ങളാണ്. ആകാശമാകുന്നത് ശിരോദേശവും ശിരസ് തല, ആകാശം, അങ്ങനെ ഓരോ ഭാഗങ്ങളാണ്. അത് നമുക്കൊന്ന് വായിച്ചു പോകാം. മേഘസമൂഹം രോമമായതും തലയിലെ രോമമുടിയാണ് മേഘസമൂഹം.
വീതിഹോത്രന്മുഖം ദിക്ക് ശ്രോത്രദ്വയം ആദിത്യ സോമന്മാർ നേത്രയുഗളവും. ഈ യുഗളമെന്നും ദ്വയം എന്ന് പറയാൻ പഠിക്കണം. ശ്രോത്രം ചെവിയാന്നറിയാം, ദ്വയം 2, നേത്രം കണ്ണാന്നറിയാം. യുഗളം എന്ന് വെച്ചാൽ അതും ഇതുപോലെ നേത്രയുഗളം വെച്ചാൽ ഇങ്ങനെ അപ്പം ആദിത്യനും ചന്ദ്രനും ഭഗവാന്റെ നേത്രങ്ങൾ 2ആണ്, ഇടത്തെ കണ്ണും വലത്തെ കണ്ണും. അതുപോലെ വീതിഹോത്രൻ്റെ മുഖമാണ് ദിക്ക്, ശ്രോത്രം ചെവിയുടെ 2 ദ്വയം 2. ഇങ്ങനെ എപ്പോഴും ഞാൻ 3 വർഷം കൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇനിയെങ്കിലും അതൊക്കെ എനിക്ക് പറയാതെ തന്നെ വായിക്കാമല്ലോ. ആദിത്യ സോമന്മാർ നേത്രയുഗളവും അശ്വിനി ദേവകൾ നാസികയായത്. നാസിക മൂക്ക്. നിശേഷ നക്ഷത്രവർഗം ദ്വിജങ്ങളും ചണ്ടാംശുകൻ തവ ദംഷ്ടകളായതും ഛന്ദസ്സുകൾ വാക്ക് ജിഹ്വ വരുണനും. ജിഹ്വ വെച്ചാൽ നാക്ക്. മന്ദഹാസങ്ങളാകുന്നതും മായയും ഇന്ദ്രാദി ദിക്പാലകന്മാർ ഭുജങ്ങളും. ഭുജം കൈകൾ. സപ്ത സമുദ്രങ്ങൾ. സമുദ്രം കടൽ. സപ്തം എന്ന് വെച്ചാൽ 7 എന്നർത്ഥം. 7 പ്രഥമ ദ്വിതീയ എന്നുള്ള പഠിക്കുമ്പോൾ അറിയാം സപ്തമം 7ആണെന്ന്. സപ്ത വായു വെച്ചാൽ കാറ്റ്, മാരുതൻ. സപ്ത സമുദ്രങ്ങൾ കുഷിയാകുന്നത്. ഈ കുഷി എന്നൊക്കെ പറയുന്നത് ഞാൻ ഒത്തിരി വട്ടം ഇതുപോലെ പറഞ്ഞു തന്നിട്ടുണ്ട്. വയറിനെയാണ് കുഷി എന്ന് പറയുന്നത്. ഭഗവാന്റെ കുഷിയാണ് സമുദ്രം, 7 സമുദ്രങ്ങൾ. സപ്ത സമുദ്രങ്ങൾ കുഷിയാകുന്നതും സപ്തവായുക്കൾ പ്രാണങ്ങളാകുന്നതും നാഭി നഭോദിക്ക് പ്രജാപതി മേഢ്രവും ശോഭിത പാദങ്ങൾ മേദിനിയായതും. മേഢ്രം എന്ന് വെച്ചാൽ ഗുഹ്യേന്ദ്രിയമാണ്. നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയോ ഉള്ള അതെല്ലാം തന്നെയായി പറയുന്നത്. നാഭി നഭോദിക്ക് പ്രജാപതി മേഢ്രവും ശോഭിത പാദങ്ങൾ മേദിനിയായതും. മേദിനി ഭൂമി. പർവ്വതം അസ്ഥികൾ ഭ്രൂ ചഞ്ചലം കാലം. സർവ വർഷങ്ങളായുള്ളത് രേതസം. രാവും പകലും ഉന്മേഷ നിമേഷങ്ങൾ. അതെനിക്ക് തോന്നുന്നു രാത്രിയും പകലും. നമ്മൾ കണ്ണ് തുറക്കുന്നത് പകലും കണ്ണ് അടയ്ക്കുന്നത് രാത്രി. കണ്ണ് ചിമ്മി തുറക്കി അടയ്ക്കാൻ ചെയ്താണ് എനിക്ക് തോന്നുന്നത്. എവിടെ മുമ്പ് കാണിക്കുന്ന ഒരു ഓർമ്മ അടക്കുന്നു. ഇതിൽ അർത്ഥമൊന്നുമില്ല. രാവും പകലും ഉന്മേഷ നിമേഷങ്ങൾ കേവലം നിൻ മനസ്സായതു ചന്ദ്രനും. അതായത് ആ വിരാട്ടിൻ്റെ മനസ്സ് ചന്ദ്രനാണ്. ബുദ്ധി ചതുർമുഖൻ. 4 മുഖത്തോടെ ആ ചതുർമുഖൻ ബ്രഹ്മാവ്. രുദ്രൻ അഹങ്കാരം. രുദ്രൻ ശിവൻ. ചിത്തമാകുന്നത് വിഷ്ണു ഭഗവാനും. തൃഷനാം ദേവൻ ഹൃദയമാകുന്നതും നിശ്ചല ജ്ഞാനമാകുന്നത് ശക്തിയും. ധർമ്മമാകുന്നത് ധർമ്മം പിമ്പ് നിർമ്മല പാദമൂല പാതാളം. പിന്നെ പുറവടിയല്ലോ മഹാതലം നിന്നരിയാണി രസാതലമായതും. മിന്നും കണങ്കാൽ തലാതലം ജാനുക്കൾ തന്നെ സുതലമെന്നല്ലോ പറയുന്നു. പിന്നെ വിതലം അതലവും ഊരുക്കൾ മഞ്ഞിടമാം കടിസ്ഥാനം മഹീലോകം. നാഭി നഭോദേശമായത് അരവിന്ദ സംഭവൻ തൻ മൂലമെന്നും പറയുന്നു. വർഷപ്രദേശം സുരലോകമായത് ശിക്ഷയേറും ഗ്രീവയല്ലോ മഹർലോകം. തുണ്ടമായിടുന്നത് ജനർലോകവും പിന്നെ ഭൂർമധ്യമല്ലോ തപോലോകം. ഭ്രൂമധ്യത്തിനാണ് അങ്ങനെ പറയാം. പുരികത്തിൻ്റെ മധ്യം തപോലോകം. ഉത്തമാംഗം സത്യലോകമാകുന്നതും. ഉത്തമാംഗം വെച്ചാൽ ശിരസ്, ഉച്ചിഭാഗം. ഉത്തമാംഗം നമ്മുടെ തലയുടെ ഉച്ചിഭാഗം. സത്യലോകം. യുദ്ധം ചതുർദശ ലോകങ്ങളായതും സർവജ്ഞനായി സർവസാക്ഷിയായി മേവുന്നോരവ്യയനാം പുരുഷങ്ങൾ പ്രകൽപ്പിതം. സർവലോകാതിചരാ അചര ജന്തുക്കൾ സർവം ഒന്നെന്നറിവതിനിത്തരം. ഈ ലോകത്തിലുള്ള സർവചര അചര ജന്തുക്കളെല്ലാം സർവവും ഒന്നെന്ന് ഇതെല്ലാം ഏകമാണെന്ന് മനസ്സിലാക്കണം. എല്ലാം പരമാത്മാവിൻ്റെ സർവ്വജീവജാലങ്ങളെല്ലാം അതായതുകൊണ്ട് നമ്മളെല്ലാം ഒന്നാണ്. ഇവിടെ എന്തിനെങ്കിലും ഇവിടെ തന്നെ ഇപ്പം എന്താ പറയുക, ഇവിടെ വേടൻ എന്ന് പറയുന്നൊരു സംഭവം വന്നിട്ടുണ്ടല്ലോ. അത് നമുക്ക് മനസ്സിലാകാൻ പറയാം. ഈ വേടനും നമ്മളും എല്ലാം ഈശ്വരൻ്റെ തന്നെയാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തരം തിരിച്ച് വെക്കണ്ട. അവർക്കൊരാഗ്രഹമല്ലേ എല്ലാം ഒന്നായി ജീവിക്കണമെന്ന്. അത്രയേ ആ വേടനും കാണുന്നുള്ളൂ. അതിലൊരു കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മളെല്ലാവരും ഭഗവാന്റെ മക്കളല്ലേ. അപ്പോൾ തരം തിരിച്ചൊക്കെ ഓരോരുത്തരെ അങ്ങോട്ടൊക്കെ വെക്കുകയും എടുക്കുക ചെയ്യുമ്പോൾ അവർക്കും അത് മനസ്സിനൊക്കെ വിഷമങ്ങളായിരിക്കും. എൻ്റെ ഒരു തോന്നലാണ്. ഞാൻ ചൊവ്വേരൊന്നും കണ്ടതും കേട്ടതൊന്നുമില്ല. ഇതിൽ കൂടെ ഭയങ്കര ബഹളങ്ങളൊക്കെ ഞാനതൊക്കെ കട്ടാക്കും. ഇച്ചിരിയൊക്കെ കേട്ടിട്ടൊക്കെ കട്ടാക്കി കളയും. എങ്കിലും എന്താണെന്ന് എനിക്കത് വ്യക്തമാവുന്നില്ല. എങ്കിലും എൻ്റെ വിചാരം
അത് തന്നെയാണ്. അയ്യങ്കാളുടെ ഒക്കെ കാര്യം പറയുമ്പോൾ അറിയാം. ഗുരുദേവനെയൊക്കെ ഇപ്പം ഇവിടെ മഹാത്മാക്കളൊക്കെ ഇതിനു വേണ്ടിയാണല്ലോ പണ്ട് പൊരുതതെല്ലാം. കാരണം ഈശ്വരൻ ഏകനാണ്. മക്കളെല്ലാവരും ഭഗവാന്റെ സന്തതികളല്ലേ. ആരെങ്കിലും ഉണ്ടോ ഇവിടെ അന്യതായിട്ട്? അപ്പോൾ നമ്മൾ എല്ലാവരെയും ഒന്നായി കാണണ്ടേ, അത്രയേ ഉള്ളൂ. അപ്പോൾ സർവവും ഒന്നെന്നറിവതിന് ഇത്തരം ലോകങ്ങളെല്ലാം അടക്കി വിരാട്ടെന്നും ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ചവരാരും തന്നെ ആരെയും നിന്ദിക്കത്തുമില്ല, ഒറ്റപ്പെടുത്തത്തുമില്ല. പക്ഷേ ഇത് ചിലർ ഇത് പഠിക്കുകയും വായിക്കുകയും ചെയ്താലും പ്രവൃത്തി തിരിച്ചാ കാണിക്കുന്നത്. അതാണ് സങ്കടം. ഇതൊക്കെ മഹാത്മാക്കൾക്ക് അറിയാം. ഈ ഭാഗത്തൊക്കെ എത്രയോ ശ്രേഷ്ഠരായ മഹാത്മാക്കൾ ഇത് വായിച്ച് നന്നായി പഠിച്ചു വയ്ക്കും. എന്നാലും അവിടെ ഉള്ളത്തിൽ അങ്ങോട്ട് തെളിഞ്ഞു വരത്തില്ല. എല്ലാ ഈശ്വരൻ്റെ മക്കളാണെന്നും എല്ലാം ഒന്നായിട്ട് ഉൾക്കൊള്ളാനും അവർക്ക് കഴിയാത്തത്തോളം കാലം എന്ത് വരുന്ന്? ഈശ്വരകൃപയും കിട്ടത്തില്ല. അതിന് കിട്ടുമെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷെ കിട്ടത്തില്ല. ഈശ്വരൻ്റെ സന്തതികളാണെന്ന് സർവ്വ ജീവജാലങ്ങളെയും നമ്മൾ അങ്ങനെ കാണാത്ത ഒരു മനസ്സാണോ? ആ മനസ്സിൽ എത്രമാത്രം ശുദ്ധതയുണ്ട്! എവിടുന്ന് ഈശ്വരകൃപ കിട്ടും? പിന്നെ ഇല്ലേ എന്തോ ഇപ്പോൾ ഓരോ സുനിലോ കുറേ ആചാര്യന്മാർ കപട സന്യാസികളെ പിടിച്ച് ജയിലിലിട്ടതുപോലെ ഇതുപോലെ കുറേ എല്ലാവരുടെ മുമ്പിൽ കേമനാണെന്ന് അറിയിക്കാം. വാതോരാതെ ഉപദേശം പറഞ്ഞ് നേടി ജീവിക്കാം, ഉദരം നിറയ്ക്കാം. എന്നല്ലാതെ ഭഗവത് കൃപ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സർവ്വ ജീവജാലങ്ങളെയും ഏകമായ ഈശ്വരൻ്റെ മക്കളായി തന്നെ നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാലം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിന് വിശാലതയുള്ളൂ, ശുദ്ധിയുള്ളൂ. ആ ശുദ്ധി ഇല്ലാത്തത്തോളം കാലം ഭഗവാന്റെ കൃപ ഒരിക്കലും കിട്ടാമെന്ന് ആരും വിചാരിക്കണ്ട. വെറുതെ കിട്ടിയെന്ന് പറയാമെന്നല്ലാതെ. മറ്റുള്ള മുമ്പിൽ പറയുമായിരിക്കും കിട്ടും, പക്ഷെ നടക്കത്തില്ല. നടക്കണമെങ്കിൽ ഹൃദയം ശുദ്ധം തന്നെ വേണം. അല്ലാതെ അങ്ങനെ മനസ്സനുവദിക്കും. മനസ്സല്ലേ ഇതിനെല്ലാം കാരണം. നമ്മുടെ മനസ്സിനകത്ത് കറയിരിക്കല്ലേ. ഞാനെന്ന നീയുള്ള കറ ഇരിക്കുന്ന കാലം എങ്ങനെ സംഭവിക്കും? ഭഗവാന്റെ കൃപ എങ്ങനെ വരും? ഒരിക്കലും വരത്തില്ല. അതുകൊണ്ട് സർവവും ഒന്നെന്നറിവതിന് ഇത്ര എല്ലാം ഒന്നാണെന്ന് മനസ്സിൽ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടും പ്രവൃത്തി കാണിക്കുന്നതാണ്. എന്താ പറയുക അതിന്? എന്നതിന് മനസ്സിലാക്കാത്തോണ്ടായിരിക്കാം, എനിക്കറിയില്ല. ഇതൊക്കെ എത്രയോ ഇതിപ്പോൾ ഞാൻ കുറച്ച് നാളെയാണ് ഇതിങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ട്. അതിനുമ്പ് എന്തൊക്കെയോ വായിച്ചു പോയി. ആരാ പറഞ്ഞുതരാനുള്ളത്? പിന്നെ വായിച്ച് ഭഗവാനോട് ഇങ്ങനെ അപേക്ഷിക്കുക. ഇതൊക്കെ എന്താണെന്ന് ഒന്നും പിടി കിട്ടുന്നില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞ് കരയുമായിരുന്നു. എന്താ ഇതെന്നൊക്കെ അങ്ങനെ എങ്ങാണ്ട് എൻ്റെ ഉള്ളിൽ ആരോ കയറി പറഞ്ഞു തരുന്നെന്ന് എനിക്കറിയൂ. എത്രയെങ്കിലുമൊക്കെ മനസ്സിലായത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇത് അത്ര ഒത്തോണമൊന്നും ഇതാർക്കും പിടി കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം എന്നേ എനിക്ക് പറയാൻ പറ്റൂ. ഇത് അറിഞ്ഞിട്ടുള്ള ഒരുത്തരും അങ്ങനെ രണ്ടെന്ന് കൽപ്പിക്കത്തില്ല, എല്ലാം ഏകമാണെന്ന് കാണുമല്ലോ. ഇന്ന് വലിയ മഹാത്മാക്കൾ കർത്താവിൻ്റെ അതായത് മുഹമ്മദ് നബി എന്നോ മുസ്ലിം എന്നൊക്കെ പറയുമ്പം വളരെ പുച്ഛം, വളരെ എന്ന് വെച്ചാൽ ഒന്നും അവർക്ക് താങ്ങാൻ കഴിയാത്തൊരു സങ്കടമാണ് അവർക്കൊക്കെ ഉള്ളിൽ. അതിനെങ്ങനെ നന്നാവുന്നേ? എല്ലാ കാര്യങ്ങളും പറയാനും വേദാന്തം മൊത്തം പഠിച്ചെന്ന് എല്ലാവർക്കും ഉപദേശങ്ങളൊക്കെ പറയുകയെടുക്കുകയും സപ്താഹങ്ങളെല്ലാം നന്നായി കൈകാര്യം ചെയ്താലും ഞാൻ എല്ലാവരെയും അല്ല പറയുന്നത്, ഞാൻ ഇപ്പം തന്നെ ഈ സുനിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിലരുണ്ട്. അവർക്കൊക്കെ ഇതെന്താന്ന് പോലും അറിയാത്തതുള്ള കാലം പിന്നെ എങ്ങനെയാ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അവരൊരു അറിഞ്ഞെങ്കിലല്ലേ വേറെ നമ്മൾ തന്നെ ഇതൊക്കെ പഠിച്ചെങ്കിലല്ലേ മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത് ഭഗവാൻ ഇങ്ങനെ പറയുന്നത് സർവവും ഒന്നെന്നറിവതിനിത്തരം. ഇതാര് പറയുന്നു? അക്രൂരൻ്റെ പ്രാർത്ഥനയാണ്. എല്ലാം ഏകമാണ്, സർവ്വതും ഭഗവാന്റെ മക്കൾ തന്നെയാണ്. ഒരു പുൽക്കൊടി തൊട്ട് ബ്രഹ്മാവ് വരെയും സർവ്വം പരമാത്മാവിൻ്റെ അംശങ്ങൾ തന്നെയാണ്. ഒന്നിനെ മാറ്റി നിർത്തണ്ട. ഇവിടെ മനുഷ്യർ മാത്രമല്ലല്ലോ, ഈ ലോകത്ത് എന്തെല്ലാം ദുഷ്ടമൃഗങ്ങളായാലും നല്ല സാധു മൃഗങ്ങളായാലും അവിടെ അവർക്ക് ഓരോരോ ഗുണങ്ങൾ വെച്ചേക്കുന്നതല്ലേ ഉള്ളൂ. എല്ലാം ഈശ്വരൻ്റെ മക്കൾ തന്നെ. ഓരോ അവസ്ഥകളായിട്ട് അവരെയൊക്കെ ഭൂമിയിൽ നമുക്ക് പറ്റാത്ത ക്രൂരതയുള്ള മൃഗങ്ങളുണ്ട്. അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ മക്കളല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇതിലെല്ലാം ഇവിടെ വേണം. ഭൂമിയിൽ ഇതെല്ലാം ആവശ്യം, മനുഷ്യർക്ക് ഇതെല്ലാം ആവശ്യമാണ്. ഇത് പെറ്റുപെരുവി ഒരുപാട് കടന്ന മനുഷ്യർക്ക് ജീവിതം ഇല്ലാതെ വരും. അതിന് ഭഗവാൻ ഇങ്ങനെ മൃഗങ്ങളെ വെച്ചേക്കുക. കുറേ മൃഗങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് ഒടുങ്ങുന്നതല്ലേ. എല്ലാവിടെ പെറ്റുപെരുവി സിംഹമൊന്നും ഇല്ലെങ്കിൽ എത്രമാത്രം ഇപ്പം തന്നെ മൃഗങ്ങളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങി. അപ്പോൾ എന്ത് ചെയ്യും? എല്ലാം ഇങ്ങനെ കൂടിപ്പോയാൽ അവർക്കും വിശപ്പിനൊക്കെ എല്ലാം വേണ്ടേ? അതുകൊണ്ട് നമ്മളിതെല്ലാം കണ്ടതും കേട്ടതും ഈശ്വരനോട് മാത്രം പറയുക. ഞാനും ചിന്തിക്കും, ഇതൊക്കെ കാണുന്ന എന്തൊരു വിഷമമാണ്. ഈ മൃഗങ്ങളുടെയൊക്കെ വിഷമങ്ങൾ ഒന്ന് വളമായി തീരുന്നു, ആഹാരമായി തീരുന്നു, അതിൻ്റെയൊക്കെ ദുഃഖം ദുരിതം. പക്ഷെ നമ്മളൊന്നുമില്ല. ഇതൊക്കെ എല്ലാം ഇതിനകത്തുള്ളതാ. ഇതെല്ലാം ലോക നിയമമാണ്. കണ്ട് അങ്ങനെ സമാധാനിക്കാനേ പറ്റത്തുള്ളൂ. ലോകങ്ങളെല്ലാം അടക്കി വിരാട്ടെന്നും ഏകനാം നിങ്ങൾ ആരോപമായി ചൊല്ലുന്നു.
വെള്ളത്തിനുള്ളിൽ കിടക്കുന്ന ജന്തുക്കൾ ഉള്ളിലും പിന്നെ പുറത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കും ആകാശം അതുപോലെ. വെള്ളത്തിനുള്ളിൽ കിടക്കുന്ന മത്സ്യങ്ങൾക്ക്, വെള്ളത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ജന്തുക്കളാകുന്ന മത്സ്യങ്ങളോ വെള്ളത്തിൽ കിടക്കുന്ന ജന്തുക്കൾക്ക് ഉള്ളിലും അതിൻ്റെ ഉള്ളിലും പിന്നെ പുറത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കും ആകാശം അതുപോലെ. ശോഭിച്ചു സർവകനായി സർവരൂപനായി മേവുന്ന നീ ഒഴിഞ്ഞില്ല മറ്റൊന്നുമേ. അതുകൊണ്ട് സർവ്വടത്തും വ്യാപിച്ചിരിക്കുന്നത് ഈ ആകാശം പോലെ സർവ്വടത്തും ലോകം മൊത്തവും ശോഭിച്ച് സർവകനായി സർവരൂപനായി മേവുന്ന. എന്താ സർവരൂപം? ഈ ലോകത്തുള്ള സർവ്വരൂപങ്ങളും പരമാത്മാവിൻ്റെതാണെന്നാണ് പറയുന്നത്. ഒരു രൂപമല്ല, എന്തെല്ലാം ഇവിടെ ഭൂമിയിലുണ്ടോ പ്രപഞ്ചത്തിലുണ്ടോ ഇതെല്ലാം ആ ഏകാത്മാവുന്ന ഈശ്വരൻ്റെ സർവ്വരൂപനായി സർവകനായും ശോഭിച്ചു നിൽക്കുന്ന മേവുന്ന നീ ഒഴിഞ്ഞില്ല മറ്റൊന്നുമേ. നീ ഒഴിഞ്ഞിട്ട് മറ്റൊന്നും തന്നെ ഇവിടെ ഇല്ല. എവിടെ നോക്കിയാലും ആ പരമാത്മാവ് തന്നെയേ ഉള്ളൂ, ഒന്നും വേറായില്ല. ആകാശമില്ല എന്നാകിൽ അചര ലോകങ്ങൾ ഒന്നും ഉണ്ടാകുകയുമില്ലല്ലോ. ആകാശമില്ലെങ്കിൽ ഈ ഒന്നും, കാരണം ഭൂമി തൊട്ട് മുകളിലോട്ട് നിൽക്കുന്നതല്ല ആകാശം. ആകാശം നമ്മൾ എങ്ങോട്ട് വളർന്നു പോകും? എല്ലാത്തിനും വളർച്ച വേണമെങ്കിൽ നമുക്ക് ആകാശം ഉണ്ടെങ്കിൽ നമുക്ക് തല മുട്ടാതെ പൊങ്ങി നമുക്ക് ഒരു വീട് വെക്കുന്നു, അല്ലെങ്കിൽ ഒരു മരം വളരുന്നു. ആകാശത്തോട്ടല്ലേ വളർന്നു പോകുന്നത്. അപ്പോൾ ആകാശമില്ലെങ്കിൽ ഇല്ലെന്നാകിൽ അചര ലോകങ്ങൾ ഒന്നും ഉണ്ടാകുകയുമില്ലല്ലോ. എന്നല്ല വ്യോമമില്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടം ഒന്നും ഇരിക്കുകയുമില്ലെന്ന് അതുപോലെ. ചിന്മയനാം ഭവാനില്ലെന്നിരിക്കിലോ. എന്നല്ല വ്യോമം ആകാശമില്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടം ഒന്നും ഇരിക്കുകയുമില്ലെന്ന് അതുപോലെയാണ് ചിന്മയനായിരിക്കുന്ന ഭവാനില്ലെങ്കിൽ ഇല്ലെന്നിരിക്കില്ല. എന്ത് വരും? ത്വന്മായയാ പിന്നെ എന്തുളവാകുന്നു? ഭഗവാന്റെ മായ തന്നെ ഇവിടെ എങ്ങനെ സംഭവിക്കും? ഭഗവാന്റെ മായ ഈ പ്രപഞ്ചത്തിൽ ഇതെല്ലാം ഈ പിന്നെ ആകാശമൊക്കെ ഉള്ളതുകൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ ആദ്യമേ പഞ്ചഭൂതങ്ങൾ നിർമ്മിച്ചത്. പൃഥ്വി, അപ്പു, തേയു, വായു, ആകാശമൊക്കെ ഉണ്ടായത് എന്താ കാരണം? അല്ലെങ്കിൽ ഇവിടെ ത്വന്മായ ഇതൊന്നും ഇല്ലെങ്കിൽ ചിന്മയനാം ഭവാൻ ഇല്ലെന്നിരിക്കിലോ. ത്വന്മായയാ ഭഗവാന് തന്നെ മായയാൽ പിന്നെ ഇവിടെ ഉളവാകുന്നു? മായ കൊണ്ട് ഇവിടെ വല്ലതും ഉണ്ടാകുമോ? അതുകൊണ്ട് ഭഗവാൻ ഇല്ലെങ്കിൽ, ഭഗവാന്റെ മായയാണല്ലോ ഇത് ഈ പ്രപഞ്ചം. ഭഗവാന്റെ തന്നെ ഉള്ളിൽ നിന്ന്, ഭഗവാനിൽ നിന്ന് വന്ന ഒരു പ്രഭയാണല്ലോ ഈ മഹാമായ ദേവി ചിന്മയി. ആ ചിന്മയി വന്നത് എന്താ? ഭഗവാൻ ഉള്ളതുകൊണ്ടല്ലേ. ആ ചിന്മയെ ഇവിടോട്ട് വച്ചത് എന്തിനാ? ഇവിടെ ഇതെല്ലാം ഉളവാകാനാണ്. അപ്പോൾ ഭഗവാന്റെ തന്നെ മായ ഉള്ളതുകൊണ്ടാണ് ഇവിടെ എല്ലാം ഉളവാകുന്നത്. ഇല്ലെങ്കിൽ എങ്ങനെ സംഭവിക്കും? ആകയാൽ സർവവും സച്ചിന്മയം പരം ഏകനാം നീ എന്നീ വേറെയില്ലൊന്നുമേ. അതുകൊണ്ട് ഏകനായിരിക്കുന്ന സച്ചിന്മയനായിരിക്കുന്ന ആ ഭഗവാൻ ഏകനാണ്. അതില്ലാതെ ആ നീ ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ ഒന്നുമേ ഇല്ല, വേറെ ഇല്ലൊന്നുമേ. ഇങ്ങനെയെല്ലാം ഇരിക്കും ഭവദ്രൂപം ഇന്ന് തോന്നേണം അതിനു നമസ്കാരം. അങ്ങനെയെല്ലാം ഇരിക്കുന്ന ആ രൂപത്തെ, ആ ഭഗവാന്റെ രൂപത്തെ ഇന്ന് തോന്നേണം അതിന് നമസ്കാരം. ഏകനാ നീ എന്നെ വേറെയില്ല ഒന്നുമേ. ഇങ്ങനെയെല്ലാം ഇരിക്കും ഭവൽ രൂപം ഇന്ന് തോന്നേണം അതിന് നമസ്കാരം. ഇനിയും മത്സ്യരൂപായ കൂർമായ വരാഹായ വത്സായ വാമനമൂർത്തയേ നമ. ഭാർഗവ രാമ രാമാഭ്യാം നമോ നമ. ഭാർഗവ ശിഷ്യാന്തകായ നമോ നമ. പ്രദ്യുമ്ന അനിരുദ്ധ സംയുതാഭ്യാം ബലഭദ്രകൃഷ്ണാഭ്യാം നൃസിംഹായ തേ നമ. ബുദ്ധായ കൽക്കിരൂപായ നമോ നമ. ശുദ്ധായ നിത്യായ ദേവായ തേ നമ. ത്വന്മായയാ ജീവജാലങ്ങളൊക്കെയും കൽമഷമോടു ഞാനെന്നും എൻ്റേതെന്നും ചിന്തിച്ചു സർവദാ കർമ്മമാർഗങ്ങളിൽ ബന്ധിച്ചു നിന്നുഴലുന്നു മൂഢാത്മാക്കൾ. അതായത് ത്വന്മായയാ ഭഗവാന്റെ ഈ മായയാണല്ലോ പ്രപഞ്ചം. അതിൽ ജീവജാലങ്ങൾ എന്ത് ചെയ്യുന്നു? കൽമഷമോട്, ഞാനെന്നും എൻ്റേതെന്നും, അറിവില്ലായ്മ, അന്ധകാരം. അതായത് നമുക്ക് ഇതിനെപ്പറ്റിയുള്ള അറിവില്ല, അതാണ് കൽമഷം. നമ്മുടെ ഉള്ളെല്ലാം അന്ധത നിറഞ്ഞിരിക്കുന്നുണ്ട്. എന്ത് വരുന്നു? ഈ ത്വന്മായ ഭഗവാന്റെ മായ ജീവജാലങ്ങളെല്ലാം കൽമഷം ഉള്ളതുകൊണ്ട് ഞാനെന്നും എൻ്റേതെന്നും. ഇന്ന് ജനങ്ങളെല്ലാം അങ്ങനെയാ. ഇപ്പം ഈ വേടനും അതാ പറയുന്നത്. എല്ലാവർക്കും വേടനൊന്ന് വേറെ, മറ്റ് മുതിർന്നവർ, അതായത് തരംതിരിച്ച് ഞാനെന്ന് നീളം എന്താ വരുന്നത്? കൽമഷം കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട്. ഭഗവാന്റെ മായയാൽ ഈ ജീവജലങ്ങളെല്ലാം ഭഗവാന്റെ ആണെന്ന് അറിയാൻ കൽമഷം മാറണം, അറിവുകേട് മാറി അറിവുണ്ടാകണം.
ഇവിടെ അറിവ് ഉള്ളവർ വളരെ ചുരുക്കമാണ്. ഇങ്ങനെ ഒന്നായി കാണാനുള്ളവർ വളരെ ചുരുക്കമാണ്. വേദാന്തം തട്ടിവിടാൻ അനേകരുണ്ട്. കാശ് മേടിക്കാനും ഈ കപട സന്യാസികൾ ലോകത്ത് ഇന്നും ജയിലിൽ കിടക്കുമെന്ന് കേട്ടു. ഇങ്ങനെ ഓരോരുത്തർ ഉത്ഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പക്ഷേ എന്താ, പണത്തിന് വേണ്ടി മാത്രം, ഉദരം നിറയ്ക്കാൻ മാത്രം. പക്ഷെ അല്ലാതെ അറിവില്ല, കൽമഷം, അതായത് അത്രമാത്രം അറിവില്ലായ്മ, അന്ധതപ്പെട്ട് കിടക്കുന്നു. എന്താ, എല്ലാ സർവ്വ ജീവജാലങ്ങളെ ഒന്നായി കാണാനുള്ള ബുദ്ധി, ജ്ഞാനമില്ല, അറിവില്ല. അതുകൊണ്ട് ഞാനെന്നും എൻ്റേതെന്നും ചിന്തിച്ചു എല്ലാവരും ഇങ്ങനെ എനിക്ക് വളരണം, എനിക്ക് സൂഹിക്കണം, നിങ്ങളെങ്ങനെയും ആയിക്കോ, എൻ്റെ കാര്യം എന്നുള്ള രണ്ടെന്ന് കൽപ്പിച്ച് സർവദാ കർമ്മമാർഗങ്ങളിൽ ബന്ധിച്ചു നിന്നുഴലുന്ന മൂഢാത്മാക്കൾ. അറിവില്ലായ്മ, കൽമഷം കൊണ്ട് മൂഢാത്മാക്കൾ, ഒരു വിവരമില്ലാത്ത മൂഢർ എന്ത് വരുന്നു, ചിന്തിച്ചിരിക്കുക, എനിക്ക് വളരണം, എൻ്റേത് നിൻ്റേത് എൻ്റേത് എന്ന് കണ്ട് സർവദാ കർമ്മമാർഗങ്ങളിൽ ഈ കർമ്മങ്ങളെല്ലാം വഴിപോലെ എന്താ ബന്ധിച്ചെന്ന് ഉഴലുന്നു. ഇതെല്ലാം ബന്ധനമാണ്. ഇതിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ എല്ലാം ഏകമാണെന്ന് നമ്മൾ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോചനം കിട്ടൂ. എല്ലാത്തിൽ നിന്നും ബന്ധം അറ്റുമാറും. ഇത് എപ്പോഴും മമത കൊണ്ട് കെട്ടിപ്പിടിച്ച് വെച്ചേക്കോ, എൻ്റെ കുഞ്ഞ്, എൻ്റെ വീട്, എൻ്റെ ധനം, എൻ്റെ പണം, എൻ്റേതെന്നുള്ള എല്ലാ രീതിയിലും ബന്ധത്തിൽ കിടക്കുന്ന അങ്ങനെ ഉഴലുക. എന്താ കാരണം, മൂഢാത്മാക്കളായതുകൊണ്ടാണ്. ഈ കൽമഷങ്ങളെല്ലാം മാറി ശുദ്ധാത്മാക്കളാവുമ്പോഴേ നമുക്ക് ഈ ബന്ധനത്തിൽ നിന്നെല്ലാം ഒഴിയാൻ പറ്റും. അതുവരെ നമ്മളിങ്ങനെ ഉഴന്ന് കിടക്കും. ജനിച്ചും മരിച്ചും കര കയറാതെ സംസാര സാഗരമാകുന്ന, അത് ഒരു സമുദ്രത്തിൽ കിടന്ന് ഉഴലുന്നത് പോലെ, അല്ലെ കൂപത്തിൽ പൊട്ടക്കിണറ്റിൽ കിടന്ന് ഉഴലും, ആരും കാണാതെ അവിടെ കിടന്ന് നരകിക്കാനേ പറ്റൂ, കര കയറാൻ പറ്റില്ല. അതുകൊണ്ട് മൂഢാത്മാക്കൾ ഇങ്ങനെ ഉഴലുകയാണ്. ഓർത്താൽ അനിത്യ ജഡദുഃഖ രൂപമായി ചിത്തത്തിലുണ്ടായ സ്വപ്ന സമാനമായി മിഥ്യയാം പുത്രധാരാർത്ഥ സ്വജനങ്ങളാ. അതായത് ഇതെല്ലാം ഓർത്താൽ അനിത്യം, ഇതെല്ലാം നിത്യമല്ല, ഇതെല്ലാം ജഡദുഃഖ രൂപമാണ്, ഇതെല്ലാം ഈ ലോകം ദുഃഖപ്രദമാണ്, അത് ജഡമാണ്, ഇതെല്ലാം നശിക്കുന്നതാണ്. എപ്പോഴായാലും നമ്മുടെ ജീവനങ്ങ് മാറുമ്പോൾ നമ്മുടെ ശരീരം ജഡമാകുന്നു. അത് ഓർത്താൽ ഇങ്ങനെയുള്ള ഈ ദുഃഖപ്രദമായിരിക്കുന്ന ഈ ജീവിതം ഇങ്ങനെ ചിത്തത്തിൽ എന്താ ഉള്ളത്, സ്വപ്ന സമാനമായി. ഈ സ്വപ്നം കണ്ടാൽ പിന്നെ ഉണരുമ്പോൾ വല്ലതും ഉണ്ടോ? അതുപോലെയാണ് ഈ ലോകം. നമുക്കിവിടെ രാത്രി നന്നായി ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണും. ആ സ്വപ്നം ഉണരുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ? ആരെങ്കിലും അടുത്തുണ്ടോ? എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കുക, അല്ലെ എന്തെങ്കിലും കാര്യങ്ങൾ കാണും. ഉണർന്നാൽ അതൊന്നും ഇല്ല. അതുപോലെ തന്നെ പകല് സ്വപ്നം കാണാതെ തന്നെ ഇതൊക്കെ നിന്ന നില തന്നെ അപ്രത്യക്ഷമാകുന്നു, നശിക്കുന്നു. എല്ലാം അനിത്യമാണ്, നിത്യമല്ല. അതുകൊണ്ട് എല്ലാം സ്വപ്ന സമാനമായി നമ്മൾ കാണണം. മിഥ്യയാം പുത്രധാരാർത്ഥ സ്വജനങ്ങൾ, ഇതൊക്കെ മിഥ്യയാണ്. ഈ പുത്രനും ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവും അർത്ഥങ്ങൾ ധനങ്ങളും സ്വജനങ്ങൾ നമ്മുടെ ഈ ജനങ്ങളും എല്ലാം മിഥ്യയാണ്. ഇതൊന്നും സത്യമല്ല. ഇതെല്ലാം സ്വപ്ന തുല്യമാണ്. സ്വപ്നങ്ങൾ ഉണരുന്നത് പോലെയാണ്. നമ്മൾ ഇന്ന് കണ്ടവരെ അടുത്ത നിമിഷം കാണുന്നില്ല. സ്വപ്നം കാണുമ്പം പിന്നെ ഉണരുമ്പോൾ ഇല്ലാത്തതുപോലെ തന്നെയാണ്. അതൊരു ഉദാഹരണമാണ്. അതുകൊണ്ട് ഇതൊക്കെ മിഥ്യയാം പുത്രധാരാർത്ഥ സ്വജനങ്ങൾ നിത്യമെന്നോർത്തു ഭ്രമിക്കുന്ന അന്വഹം. ഈ അറിവില്ലാത്ത മൂഢാത്മാക്കൾ ഇതെല്ലാം നിത്യമാണെന്ന് കരുതി ഭ്രമിക്കുക. ഇന്ന് കിട്ടുന്നത് പോരാന്ന് പറഞ്ഞ് എവിടെയോ കാത്തു കെട്ടി വെക്കാൻ വേണ്ടി എനിക്ക് വേണം തോന്നി എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുക. ഇതൊക്കെ നശിക്കുന്നതാണ്. ഒരു വെള്ളപ്പൊക്കത്തിലാതെ ഒരു സുനാമിക്കോ ഒന്നുമില്ല. എത്രയെല്ലാം സ്വർണങ്ങളും പണങ്ങളും കെട്ടിവെച്ചതോ ഒന്നും ജഡം പോലും, ആളിൻ്റെ രൂപം പോലും ഇല്ലാതെ മണ്ണിനടിപ്പെട്ടു പോകുന്നു. ഇതൊക്കെ എപ്പോഴാണ് എന്താണെന്ന് അറിയാതെ ഈശ്വരനെ അറിഞ്ഞാൽ എന്ത് വരും? നമുക്ക് ഇങ്ങനെ ദുരിതത്തിൽ നിന്നെല്ലാം കരകയറാനെങ്കിലും പറ്റും. അതുണ്ടോ? അതുമില്ല. ഇതുണ്ടോ? ഇതുമില്ല. അപ്പോൾ ഈ ലോകത്ത് എന്തുണ്ടാക്കിയാലും ഇതൊക്കെ നിത്യമല്ല നമ്മൾ മനസ്സിലാക്കണം. എത്രയൊക്കെയായാലും നമ്മളെ ഒരു തലമുറ കഴിക്കുന്നതിൻ്റെ എന്തെങ്കിലുമൊക്കെ അന്നന്ന് കിട്ടുന്നതും ഒരുവിധം ഉണ്ടെങ്കിൽ പിന്നെ അതിനുവേണ്ടി കിടന്ന് ഭ്രമിക്കാതെ ഈശ്വരനെ അന്വേഷിച്ചാൽ നമുക്ക് എന്തിനും ഈശ്വരൻ താങ്ങിക്കൊള്ളും. നമുക്ക് പട്ടിണിയില്ലാതെ നമുക്ക് ജീവിച്ചു പോകാം. വാരി കൂട്ടി വെച്ച് 10 തലമുറയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ഗുണവും ഇല്ല. എല്ലാം വെള്ളത്തിനടിയിലോ മണ്ണിനടിയിലോ ആയി പോകത്തേ ഉള്ളൂ. ലോകം അങ്ങനെയാണ്. അതുകൊണ്ട് ഇതെല്ലാം മിഥ്യയാണ്. എത്ര കുഞ്ഞുങ്ങളാ തള്ളക്കും തന്തയ്ക്കും മക്കളില്ലാതെയും മക്കൾക്ക് അച്ഛനമ്മയില്ലാതെ ആയത്? ആര് ചെയ്ത പാപമാ? ഇതൊക്കെ ഈ പ്രകൃതി നിയമങ്ങളിലെ ഇതെല്ലാം നമ്മൾ അതിനൊത്ത് ജീവിച്ചു പോകണം. അപ്പോൾ നമുക്ക് എന്താ വേണ്ടേ? ഈശ്വരനോട് അടുത്ത് പെരുമാറി ഈശ്വരനോട് സ്നേഹിച്ച് നമുക്ക് ഈശ്വരനോട് ചേർന്ന് പോകാനും ലയിക്കാനുള്ളൊരു അവസരം നമുക്ക്
നോക്കിയെടുക്കണം. അതാണ് നമുക്ക് വേണ്ടത്. മറ്റതെല്ലാം വെറും വേലയാണെന്നാണ് ഇതിൽ പറയുന്നത്. വെറും വേലിച്ചാൽ കഷ്ടപ്പെടുക മാത്രം കൊള്ളാം. നിത്യമെന്നോർത്ത്, അതായത് ഇങ്ങനെയെല്ലാം പുത്രങ്ങളും മിത്രങ്ങളും എല്ലാം നിത്യമാണെന്ന് ഓർത്ത് ഇങ്ങനെ ഭ്രമിക്കുന്നു നമ്മളെല്ലാവരും. സച്ചിതാത്മാവ് അഹം എന്നതറിയാതെ, നമ്മൾ സച്ചിതാത്മാവാണ് നമ്മൾ, അഹം ഞാൻ പരമാത്മാവാണ് എന്നറിയുന്നില്ല. കാരണം അറിവില്ലാത്തതുകൊണ്ട്. അതറിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് വിട്ടുപോവുക. നമ്മൾ തന്നെയാണ് ആ പരമാത്മാവ്, അഹം ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്ന് നമ്മൾ അറിയാത്തത് കൊണ്ടാണ് ഈ സംഭവിക്കുന്നത്, ഈ ഭ്രമം ഉണ്ടാകുന്നത്. എന്താ? അറിവില്ല, നമുക്കൊന്നും വിദ്യയില്ല. വിദ്വജ്ജനങ്ങൾ, ബുധന്മാർ ഇതെല്ലാം മനസ്സിലാക്കുന്നു. നിത്യമെന്നോർത്ത് ഈ വിദ്വാൻമാരല്ലാത്ത മൂഢന്മാർ ഇതെല്ലാം നിത്യമാണെന്ന് കരുതി ഭ്രമിക്കുന്നത് അന്വഹം സച്ചിതാത്മാവ് അഹം എന്നതറിയാതെ, ഈശ്വരൻ ഞാനാണെന്നറിയാതെ, ഞാൻ തന്നെയാണ് സർവത്തിലും എന്നിലും എല്ലാത്തിലും ആ ഞാനാകുന്നവനാണ് എന്നറിയാതെ കണ്ട് ഭ്രമിക്കുന്നു. ഇച്ഛയായി മോഹിച്ച് ദ്വൈതാത്മചിത്തരായി വാഴുന്നവർ നിന്നെ ഏതും അറിയാതെ. ഇച്ഛയായി മോഹിച്ച്, ഇത് ആഗ്രഹത്തിന് വേണ്ടി ഇങ്ങനെ മോഹിച്ച് ദ്വൈതാത്മചിത്തരായി, രണ്ട് ഇവിടെ പരമാത്മാവ് ഏകനാണ്. അതുകൊണ്ട് നമ്മളെല്ലാം അദ്വൈതാനന്ദമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ അറിവില്ലായ്മ കൊണ്ട് രണ്ടെന്ന് ചിത്തരായി, നമ്മൾ അറിവില്ലാത്ത മൂഢന്മാർ രണ്ടെന്ന്, ഞാനെന്നും നീ എന്നുള്ള ചിത്തരായി വാഴുന്നവർ നിന്നെ ഏതും അറിയുന്നില്ല, ഭഗവാനെ അറിയുന്നില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു? കേഴുന്നു, കരയുന്നു, പാഴായ സംസാര സാഗരി. ഈ സംസാര ദുഃഖ ദുരിതാബ്ധിയായിരിക്കുന്ന ഈ ഭൂമിയിൽ, ഈ പ്രപഞ്ചത്തിൽ, ഇത് സാഗരം എന്ന് പറയുന്ന കാര്യം എന്താ? ഇത് അത്രമാത്രം ഭയാനകമാണ്. സമുദ്രത്തിനാണല്ലോ വലിപ്പം കൂടുതൽ. അതുകൊണ്ടാണ് ദുഃഖം സാഗരം പോലെ എന്ന് പറയുന്നത്. സംസാരം ദുഃഖമാണ്. ഈ ദുഃഖം സമുദ്രം പോലെ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഭയാനകമാണ്. വെള്ളമില്ലാത്ത സാഗരം, ഈ കരയിൽ നമ്മൾ കഴിയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ സാഗരം എന്ന് പറയുന്നത്. അങ്ങനെ ഈ കേഴുന്നു പാഴായ സംസാര സാഗരെ പൂർവജന്മാർജിത പുണ്യവൽ ജാതരായി പൂർവഭേദോക്ത കർമ്മ അനുസംയുക്തരായി നിഷ്കാമ കർമ്മ വൈരാഗ്യ സമ്പന്നരായി ദുഷ്കൃതഹീനരായി സൽ ഗുരുഭക്തരായി വേദാന്ത ശാസ്ത്ര ശ്രവണ മനനാദി സാധനാൽ ഇന്ദ്രിയ നിഗ്രഹശീലരായി ദേഹേന്ദ്രിയാദി തത്വങ്ങൾ സമസ്തവും ഗേഹപുത്രാർത്ഥകളത്ര വർഗങ്ങളും പഞ്ചഭൂതത്തിൽ നിന്നുണ്ടായി ദേഹാദി പഞ്ചഭൂതാകാരമല്ലാതെ ഇല്ലിവ. അതായത് പഞ്ചഭൂതാകാരം, പഞ്ചഭൂതങ്ങൾ ഉണ്ടാക്കിയ ആകാരം, ശരീരം അല്ലാതെ വേറൊന്നും ഇവിടെ ഇല്ല. ഏത് ജീവനെ എടുത്ത് നോക്കിയാലും ഇതെല്ലാം ഈ ഭൂമിയിലുള്ളത് കൊണ്ടാണ് നമ്മൾ തീറ്റി പോറ്റി എങ്ങനെ നമ്മുടെ ശരീരം അതുകൊണ്ടാണ് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് കാരണം ജലവും മണ്ണിലുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളെല്ലാം നമ്മൾ കഴിക്കുമ്പോൾ അത് മണ്ണ് കൊണ്ടുണ്ടാക്കി. അപ്പോൾ നമ്മൾ മണ്ണുണ്ട്, പിന്നെ വെള്ളമുണ്ട്, ചൂട്, അഗ്നിയുണ്ട്, ആകാശമല്ലാതെ നമുക്ക് വളർന്ന് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഇങ്ങനെ എല്ലാം പഞ്ചഭൂതമാണ് നമ്മുടെ ദേഹം. അതുകൊണ്ട് പഞ്ചഭൂത ആകാരം, അങ്ങനെ ശരീരമല്ലാത്ത ഒന്ന് തന്നെ ഇവിടെ ഇല്ല. മൃത്തിൽ ഘടശബ്ദം എന്ന പോലെ തോന്നും. തത്വഭേദങ്ങൾ വചനം മാത്രം തന്നെ. നമുക്ക് ഇത് ഒന്ന് അടുത്ത പ്രാവശ്യം പറയാം, മനസ്സിലാക്കി തരാൻ, എനിക്ക് അറിയുന്നത് പോലെ. അല്ലാതെ എന്ത് ചെയ്യാനാ, അറിവുള്ളണക്കല്ലേ പറയാൻ പറ്റത്തുള്ളൂ. എങ്കിലും ഇച്ചിടൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇനി സമയം അങ്ങ് പോയി മക്കളെന്ന് നോക്കും. അപ്പോൾ എന്താ പറയുക, ഈ സംസാര ഈ ദുരിതത്തിൽ പൂർവ്വജന്മാർജ പുണ്യവൽ ജാതരായവർക്ക് കഴിഞ്ഞ ജന്മത്തിൽ പുണ്യവൽ ജാത, നല്ല പുണ്യവാന്മാരായ ജാത ആയവരുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ. അവരെന്ത് ചെയ്യുന്നു? പൂർവ്വ വേദോക്ത സംയുക്തരായിട്ട് നിഷ്കാമ കർമ്മ വൈരാഗ്യ സമ്പന്നരായിട്ട് ദുഷ്കൃതഹീനരായി സൽ ഗുരുഭക്തരായി, അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ തന്നെ ത്രിഗുണങ്ങളുണ്ട്. അത് സാത്വികരായി വരും. അതായത് കഴിഞ്ഞ ജന്മം നല്ല സൽഗുണങ്ങൾ ചെയ്തവർ, അവർക്കാണ് ഈ ജന്മം ഒരുവിധം പരമാത്മാവിനെ അറിഞ്ഞ് ഭക്തന്മാരായി പോകുന്നവർ. അത് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ജന്മം ചെയ്തതിൻ്റെ പുണ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ വരത്തില്ല. കഴിഞ്ഞ ജന്മം നമ്മൾ ചെയ്തതെല്ലാം വെറും എന്താ പറയുക, ദുഷ്കർമ്മങ്ങളാണെങ്കിൽ നമ്മൾ വല്ല തമോ ഗുണമായിട്ടൊക്കെ ഇവിടെ ജനിച്ചു വരത്തുള്ളൂ. ഇവിടെ സാത്വികരായി നല്ല ഭക്തന്മാരായി വരുന്നത് എന്താ കാരണം? കഴിഞ്ഞ ജന്മത്തിൻ്റെ വാസന. അതുകൊണ്ട് ഇവിടെ പറയുന്നു പൂർവ്വജന്മാർജിതം, കഴിഞ്ഞ ജന്മങ്ങളിൽ പുണ്യം കൊണ്ട് ജാതരായവർ പൂർവ്വ വേദോക്ത കർമാനുസംയുക്തരായിട്ട് നിഷ്കാമ കർമ്മ വൈരാഗ്യ സമ്പന്നരായി നമ്മൾ നിഷ്കാമം കർമ്മം ചെയ്യുന്നു. ഫലം ആഗ്രഹിക്കാതെ
എല്ലാ കർമ്മങ്ങളും ഭഗവാൻ അർപ്പിച്ച് ചെയ്യുന്നത് കൊണ്ട് അതൊരു വൈരാഗ്യ സമ്പന്നരായി നിൽക്കുന്നു ഈ ഭക്തന്മാരായ സാത്വികന്മാർ. അവർ ദുഷ്കൃതഹീനരാണ്, അവർ ദുഷ്കർമ്മങ്ങൾ ചെയ്യത്തില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സൽഗുരു ഭക്തരായി, നല്ല ഭക്തന്മാരാണ്. ഗുരുത്വം ഗുരുക്കന്മാരുമായിട്ട് അവരോട് സ്നേഹത്തിലും ഭക്തരുമായിട്ട് അത്രത്തോളം ഭക്തിയോടുകൂടി ഈശ്വരനെ കാണുന്നത് പോലെ ഒരു ഗുരുവിനെ കണ്ട് വേദാന്ത ശാസ്ത്ര ശ്രവണ മനനാദി വേദങ്ങളും ശാസ്ത്രങ്ങളും കേട്ടും മനനം ചെയ്തും സാധനാല് ഇന്ദ്രിയ നിഗ്രഹശീല അങ്ങനെ സാധന വരും. ഇതെല്ലാം മനനം ചെയ്ത് വരുമ്പോൾ എന്ത് വരും? ഇപ്പം ഞാനിത് ഇത്രയും പറഞ്ഞു തരുന്നത് എൻ്റെ മനനം ചെയ്തതുകൊണ്ടാണ്. ഞാൻ തന്നെ പുസ്തകം വായിച്ച് മനനം ചെയ്ത് ഈ മനനം ചെയ്ത് എന്ത് വന്നു? സാധനാൽ ഇന്ദ്രിയ നിഗ്രഹശീല, എൻ്റെ ഇന്ദ്രിയങ്ങളെ എനിക്ക് നിഗ്രഹിക്കാൻ കഴിഞ്ഞു. എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ഞാൻ പറയുന്നത് നിൽക്കും. കേൾക്കേണ്ടാത്തത് കേൾക്കാൻ പോവാതെയും കാണേണ്ടാത്തത് കാണാൻ പോകാതെയും വേണ്ടാത്ത ആഹാരങ്ങൾ കഴിക്കേണ്ടാത്തത് കഴിക്കത്തില്ല. ഇങ്ങനെ എല്ലാം കൊണ്ടും മണക്കേണ്ടത് മണക്കാൻ വേണ്ടാത്തത് വേണ്ട, ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെല്ലാം തന്നെ ഞാൻ നിഗ്രഹിച്ചത് കൊണ്ട് അതാണ് സാധനാൽ. ഈ സാധന കൊണ്ടാണ് ഇന്ദ്രിയത്തിനെ വധിച്ച് അങ്ങനെയുള്ള ശീലരായിട്ട് ദേഹേ ഇന്ദ്രിയാദി തത്വങ്ങൾ സമസ്തവും ഗേഹ പുത്ര അർത്ഥ കളത്ര വർഗങ്ങളും പഞ്ചഭൂതത്തിൽ നിന്നുണ്ടായ ദേഹാദി പഞ്ചഭൂത ആകാരമല്ലാതെ ഇല്ലവ. ഇതൊക്കെയും ഇവിടെ സമസ്തവും ഈ പഞ്ചഭൂതത്തിൽ നിന്നുണ്ടായതാണ്. അതുകൊണ്ട് നമുക്ക് മൃത്തിൽ മണ്ണിൽ കടം, അത് കുടം ശബ്ദം എന്ന പോലെ തോന്നും. തത്വഭേദങ്ങൾ വചനം മാത്രം തന്നെ. ഇത് നമുക്ക് ഇനി ഇത്ര മനസ്സിലായല്ലേ? അല്ലെങ്കിൽ അതിനൊരു മുട്ടാവണ്ട. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.